എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ താറാവ് കറി ഉണ്ടാക്കാം. ബ്രോയിലർ താറാവ് കൊണ്ടുള്ള ഒരു കുട്ടനാടൻ താറാവ് കറിയുടെയും താറാവ് റോസ്റ്റിൻ്റെയും റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു നാടൻ താറാവ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. താറാവ് കറി തയ്യാറാക്കാനായിട്ട് 1.25 കിലോ ഉള്ള ഒരു നാടൻ താറാവ് ക്ലീൻ ചെയ്ത് വേസ്റ്റ് എല്ലാം മാറ്റിയിട്ട് 1.25 കിലോ താറാവിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ബ്രോയിലർ താറാവാണെങ്കിൽ ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് നാടൻ താറാവായതുകൊണ്ട് നമുക്കിത് ആദ്യം തന്നെ കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും ഒപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി വീട്ടിൽ പൊടിച്ചെടുത്താണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. താറാവ് കറി വേവിക്കാനായിട്ട് സാധാരണ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് കറി ആയതുകൊണ്ടാണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിലടിച്ചെടുക്കാം. താറാവിറച്ചിയുടെ മൂപ്പനുസരിച്ചും നമ്മുടെ കുക്കറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും വേവിൽ വ്യത്യാസം ഉണ്ടാവാം. അതുകൊണ്ട് 3 വിസിലടിച്ചിട്ടും വെന്തിട്ടില്ല എങ്കിൽ 1-2 വിസിൽ അധികം അടിക്കേണ്ടതായി വന്നേക്കാം. 3 വിസിലടിച്ച് പ്രഷറെല്ലാം ഒന്ന് സെറ്റിലായതിനു ശേഷം കുക്കർ തുറന്നപ്പോഴേക്കും നമ്മുടെ താറാവിറച്ചി ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താറാവ് കറി തയ്യാറാക്കാനായി തുടങ്ങാം. കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കിതുപോലെ ചൂടുകട്ടിയുള്ളൊരു പാത്രം സ്റ്റവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്ത് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 30 സെക്കൻഡോളം തേങ്ങക്കൊത്തൊന്ന് വഴട്ടിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുടം വെളുത്തുള്ളി ചതച്ചതും 2 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറി കിട്ടും വരെ നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയെല്ലാം ഒന്ന് മാറി കളറെല്ലാം ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് 150 ഗ്രാം അളവിൽ ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മീഡിയം സൈസിലുള്ള 2 സവാള കൂടി കനം കുറച്ചരിഞ്ഞ് ചേർക്കുന്നുണ്ട്. സവാള ചേർക്കാതെ അതേ അളവിലും കൂടി ചെറിയുള്ളി മാത്രം ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഒപ്പം തന്നെ എരിവിനാവശ്യമായ 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ തന്നെ മസാലയിലേക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഉള്ളിയുടെയും സവാളയുടെയും പച്ചച്ചുവ ഒട്ടും തന്നെ ഇല്ലാതെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കളറെല്ലാം മാറി കിട്ടും വരെ നമുക്കൊന്ന് വഴട്ടിയെടുക്കണം. അതുകൊണ്ട് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റോളം വഴട്ടി ഉള്ളിയും സവാളയെല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായി വഴട്ടി തക്കാളി ഒന്ന് സോഫ്റ്റായി ഇതുപോലെ വെന്തുടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ചധികം മല്ലിപ്പൊടി ചേർത്ത് തയ്യാറാക്കുന്നതാണ് താറാവ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് മല്ലിപ്പൊടിയുടെ അളവ് ഒട്ടും തന്നെ കുറയാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒപ്പം തന്നെ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ചേർക്കാവുന്നതാണ്. മസാലപ്പൊടികൾ ചേർത്തിട്ട് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം മസാലകളുടെ എല്ലാം പച്ചമണം മാറാനായിട്ട് നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം. മസാലകളുടെ പച്ചച്ചുവയെല്ലാം ഒന്ന് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന താറാവിറച്ചി ചേർത്ത് കൊടുക്കാം. താറാവിറച്ചി ചേർത്തിട്ട് മസാലയെല്ലാം താറാവിറച്ചിയുടെ എല്ലായിടത്തും ഒരേപോലെ അകത്തൊക്കെ വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മസാലയെല്ലാം താറാവിറച്ചിയിലേക്ക് നന്നായി ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നപ്പോഴേക്കും മസാലയെല്ലാം താറാവിറച്ചിയിലേക്ക് നന്നായി പിടിച്ച് കറി ഒന്ന് കുറുകി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടി പിടിക്കാതിരിക്കാനായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കഴിക്കാനും നല്ല രുചിയാണ്. അങ്ങനെയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ കുറച്ച് ചാറോട് കൂടിയ കറിയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിലേക്ക് 1.5 കപ്പ് അളവിൽ തേങ്ങയുടെ നല്ല തിക്കായിട്ടുള്ള 1/4 പാല് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ മുഴുവനായും ചിരകി എടുത്തിട്ട് അതിന്റെ തിക്കായിട്ടുള്ള 1/4 പാലാണ് എടുത്തിരിക്കുന്നത്. 1/4 പാല് ചേർത്തിട്ട് കറിയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1/4 പാല് ചേർത്തിട്ട് പിന്നീട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. നമ്മുടെ 1/4 പാൽ ഇവിടെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിന്റെയോ പുട്ടിന്റെയോ അപ്പത്തിന്റെയോ ഏതിന്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. താറാവ് കറിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും കൂടുതൽ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്